Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا فمن جاءه موعظة من ربي فانتهى فله ما سلف وأمره إلى الله ومن عاد فأولئك أصحاب النار هم فيها خالدون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതം സംശുദ്ധമായി തീരണമെങ്കിൽ അവന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന ഉപാധിയായ സാമ്പത്തിക രംഗം സംശുദ്ധമായിരിക്കണമെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക മേഖലയിൽ ഇസ്ലാം മുസ്ലിങ്ങളോട് നിയമങ്ങൾ നിർദ്ദേശിക്കുന്നത് പോലെ മറ്റൊരു മതവും മറ്റൊരു ദർശനവും അത്രമേൽ വ്യക്തമായും സൂക്ഷ്മമായും നിയമങ്ങൾ ആവിഷ്കരിച്ചിട്ടില്ല എന്ന് നമുക്ക് ബോധ്യമാവും. ഒരു മനുഷ്യന്റെ സമ്പാദ്യം അടിസ്ഥാനപരമായി ഹലാലായിരിക്കണം. ഹറാമായ വഴിക്കുള്ള ഒരു നയാ പൈസ പോലും അവന്റെ സ്വത്തിൽ ഉണ്ടാവരുത് എന്ന് കൃത്യമായി നിഷ്കർഷിക്കുന്ന മതമാണ് ഇസ്ലാം. അവന്റെ സമ്പാദ്യത്തിലെ അവിഹിതങ്ങളും നിഷിദ്ധവും അവന്റെ ദുന്യാവിലെ ജീവിതത്തെ മാത്രമല്ല പാരത്രിക ജീവിതത്തെയും നഷ്ടത്തിലാക്കും എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയടക്കമുള്ള അവന്റെ എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിൻ്റെ ഒരു അടിസ്ഥാന മാനദണ്ഡം അവന്റെ സമ്പത്ത് സംശുദ്ധമായിരിക്കണം എന്നതാണ് എന്നും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക രംഗത്തെ ക്രയവിക്രയങ്ങളും ഇടപാടുകളും സാമ്പത്തികമായ നമ്മുടെ
എല്ലാ കാര്യങ്ങളും സൂക്ഷ്മതയോടുകൂടി മാത്രമേ ഒരു വിശ്വാസി കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അവിടെ സംഭവിക്കുന്ന ഏതൊരു അബദ്ധവും നികത്താനാവാത്ത അപകടത്തിലേക്ക് നമ്മളെ എത്തിക്കും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ ഏറ്റവും ശക്തമായ പരീക്ഷണം സമ്പത്താണ് എന്നും സമ്പത്തിനോടുള്ള ഇഷ്ടം മനുഷ്യന്റെ പ്രകൃതിയുടെ ഭാഗമാണ് എന്ന് പറയുകയും ചെയ്ത പടച്ച റബ്ബ് തന്നെ ആ സാമ്പത്തിക രംഗത്തെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ സൂക്ഷ്മതയോടുകൂടി ജീവിതത്തിൽ പാലിക്കണമെന്ന് ആവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സമ്പത്ത് എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ച ഒരു അമാനത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വാതൂഹും മിമ്മാലില്ലാഹില്ലദീ ആതാക്കും, അള്ളാഹു നിങ്ങൾക്ക് തന്ന സ്വത്തുണ്ടല്ലോ, ആ സ്വത്തിൽ നിന്ന് അർഹരായവർക്ക് നിങ്ങൾ കൊടുക്കണമെന്ന അള്ളാഹുവിൻ്റെ വാക്കിൽ നമ്മുടെ കയ്യിലുള്ള സ്വത്ത് നമ്മൾ കൊണ്ടുവന്നതല്ല, നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകുന്നതുമല്ല. ഇവിടെ നമ്മൾ എത്തിയപ്പോൾ അതിൻ്റെ കൈകാര്യകർത്തൃത്വം അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. ഇന്ന ദുന്യ ഹുൽവത്തുൻ ഖളിറത്തുൻ, ഈ ദുന്യാവ് എന്ന് പറഞ്ഞാൽ വളരെ ഹരിതാപമായതും വളരെ മാധുര്യമുള്ളതുമായ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ടതാണ്. വഇന്നല്ലാഹ മുസ്തഖ്ലിഫുക്കും ഫീഹാ, അള്ളാഹു അതിൻ്റെ കൈകാര്യകർത്തൃത്വം നിങ്ങളെ ഏൽപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഫയൻദുർ കൈഫ തഅമലൂൻ, ആ അള്ളാഹു ഏൽപ്പിച്ച സംഗതി അത് അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരവും നിയമപ്രകാരവും നമ്മൾ ചെലവഴിക്കുന്നുണ്ടോ എന്ന് ഓരോരുത്തരും സൂക്ഷ്മതയോടുകൂടി നോക്കേണ്ടതുണ്ട്. തന്നത് അള്ളാഹു, ഉടമസ്ഥൻ അള്ളാഹു, അത് തോന്നിയതുപോലെ കൈകാര്യം ചെയ്യാൻ നമുക്ക് അനുവാദം തന്നിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളും നിയമങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ ആ സമ്പത്തിനെ നമ്മൾ കൈകാര്യം ചെയ്യണമെന്നാണ് ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത്. സാമ്പത്തിക രംഗത്ത് ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇസ്ലാം കർശനമായ ഭാഷയിൽ നമ്മളോട് താക്കീത് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ഇടപാടാണ് പലിശ എന്ന് പറയുന്നത്. റിബ എന്ന് പറയും പലിശ. വിശുദ്ധ ഖുർആനിൽ തിരുസുന്നത്തിൽ ഇത്ര കർശനമായ പദപ്രയോഗങ്ങളിലൂടെ ആവർത്തനങ്ങളിലൂടെ അല്ലാഹു തആല മുസ്ലിം സമൂഹത്തിന് നിഷിദ്ധമാക്കിയ മറ്റൊരു സാമ്പത്തിക കുറ്റകൃത്യം നമുക്ക് കാണാൻ കഴിയുകയില്ല. പലിശയെ ഹറാമാക്കുന്ന സമയത്ത്, അതിനെ നിഷിദ്ധമാക്കുന്ന സമയത്ത് അല്ലാഹു തആല പറയുന്നുണ്ട് ഫഇല്ലം തഫ്അലു, അല്ലാഹു തആല പറഞ്ഞതുപോലെ ആ പലിശയുടെ സാമ്പത്തിക ക്രമങ്ങളിൽ നിന്ന്, ഇടപാടുകളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുന്നില്ലെങ്കിൽ ഫഅ്ദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലി, നിങ്ങൾ അള്ളാഹുവിനോടും അവൻ്റെ പ്രവാചകനോടും ഒരു യുദ്ധത്തിന് ഒരുങ്ങിക്കോളൂ എന്നാണ്. നിങ്ങൾ അല്ലാഹു തആല കൽപ്പിച്ചത് പ്രകാരം അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോടും പ്രവാചകനോടും യുദ്ധത്തിന് ഒരുങ്ങിക്കോളൂ എന്ന് പറഞ്ഞാൽ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും നിങ്ങളുടെ മറുപക്ഷത്താണ്. വ്യാഖ്യാനങ്ങളിലൂടെ, കുതന്ത്രങ്ങളിലൂടെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് ആ പലിശയെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് അള്ളാഹുവിനോടും പ്രവാചകനോടുമാണ് എന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു. പ്രവാചകൻ ശപിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അള്ളാഹുവാണ് പ്രവാചകനോട് കൽപ്പിക്കുന്നത്, ഈ ആളുകളെ ശപിക്കണം. ആരെയാണത്? ആക്കിലുർ റിബ, പലിശ വാങ്ങുന്നവൻ, വമൂക്കിലുഹു, പലിശ തിന്നുകയും അത് തീറ്റുകയും അത്തരം ഇടപാടുകളിൽ സാക്ഷി നിൽക്കുകയും അത്തരം ഇടപാടുകളുടെ രേഖകളും കാര്യങ്ങളുമൊക്കെ എഴുതി നിജപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാവരും അവർ
ശപിക്കപ്പെട്ടവരാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട് ഗൗരവത്തോടെ. ദിർഹമുൻ റിബൻ, പലിശയുമായി ബന്ധപ്പെട്ട ഒരു ദിർഹം. യഅ്കുലുഹു റജുലു വഹുവ യഅലമു, അത് പലിശയുടെ ഭാഗമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒരാൾ ആ ഒരു ദിർഹം അതയാൾ ഭക്ഷണമാക്കുന്നു, അതയാൾ ഉപയോഗിക്കുന്നു എങ്കിൽ അശദ്ദു ഇൻദല്ലാഹി മിൻ സിത്തും വസലാസീന സിന, ഒരു 35 വട്ടം 36 വട്ടം, അങ്ങനെ പ്രയോഗം. സിത്തും വസലാസീന എത്ര? 36 അല്ലേ? 36 വ്യഭിചാരത്തിന് തുല്യമാണ്. ആ ഒരു ദിർഹം പലിശയാണെന്നറിഞ്ഞിട്ടും ആ ഒരു ദിർഹം ഉപയോഗിക്കുന്നത് 36 വട്ടം വ്യഭിചരിക്കുന്നതിനേക്കാൾ കടുത്തതാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം നമ്മൾ ആലോചിക്കണം. നോക്കി, അല്ലാഹു തആല ഖുർആനിൽ പറയണ്ടോ, അല്ലദീന യഅ്കുലൂന റിബ, പലിശയുമായി ബന്ധപ്പെട്ട സ്വത്ത് അത് ഉപയോഗിക്കുന്നവൻ, അത് തിന്നുന്നവൻ. ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലതി യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്സി. നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഈ ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മനുഷ്യന്റെ അവസ്ഥന്റെ കഥകൾ, പിശാച് ബാധ ഏറ്റവൻ നിൽക്കുന്നത് പോലെയല്ലാതെ അവന് നിൽക്കാൻ കഴിയില്ല. അതെങ്ങനെയാണ്? അത് പണ്ഡിതന്മാർ വിശദീകരിക്കാം. വായിൽ നിന്ന് നൊരയും പതയും വന്ന് കണ്ണൊക്കെ പുറത്തേക്ക് തുറിച്ച് ശരീരം വിറച്ച് വല്ലാത്ത വികൃതമായ ഭീകരമായ രൂപത്തിൽ അവൻ നിലത്തിങ്ങനെ വീട് ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ആരെന്നറിയോ? കള്ളു കുടിച്ചവനല്ല, വ്യഭിചരിച്ചോന്നുമല്ല, പലിശയുമായി ബന്ധപ്പെട്ടവൻ, അതിൻ്റെ ആ പലിശയുടെ പങ്ക് പറ്റിയവൻ, ആ ഇടപാട് കൊണ്ട് ജീവിച്ചവൻ. അല്ലേ? എത്ര ഗൗരവത്തിലാണ് ഇസ്ലാം ഈ കാര്യത്തെ പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പ്രവാചക വചനങ്ങളും അതുമായി ബന്ധപ്പെട്ട ആയത്തുകളും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഈ പലിശ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു ഭാഗത്ത് എവിടെയെങ്കിലും അതവന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഇസ്ലാം അവനെ അനുവദിക്കുന്നില്ല. പലിശയുമായി ബന്ധപ്പെട്ട് ഫത്വ പറയുന്ന പണ്ഡിതന്മാരൊക്കെ എത്ര സൂക്ഷ്മതയോടുകൂടിയാണെന്നറിയുമോ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നത്? അല്ലാഹു തആല പ്രവാചകന്റെ കാലത്ത് പലിശ സർവ്വസാധാരണമായിരുന്നു. ആദ്യകാലത്ത് ആ പലിശ ഹറാമാക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അല്ലദീന യഅ്കുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. പലിശ ഭുജിച്ചവൻ, തിന്നവൻ, അത് ഉപയോഗപ്പെടുത്തിയവൻ പിശാച് ബാധയേറ്റവനെ പോലെ വികൃതമായ ഭീകരമായ രൂപത്തിലല്ലാതെ അവന് എഴുന്നേറ്റ് നിൽക്കാനാവുകയില്ല. എന്താ കാരണം എന്നറിയോ? പലിശ ഹറാമാക്കിയിട്ടും അവർ പലിശയെ ന്യായീകരിച്ചു. എന്താ പറഞ്ഞറിയോ? ദാലിക ബിഅന്നഹും ഖാലു ഇന്നമൽ ബൈഉ മിസ്ലു റിബ. പലിശയും കച്ചവടം ഒരേപോലെയല്ലേ? എൻ്റെ അടുത്ത് 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്, ഞാൻ ആ 10 ലക്ഷം ഉറുപ്പ്യ കച്ചവടത്തിന് ഇറക്കിയാൽ എനിക്കൊരു മാസം 50,000 ഉറുപ്പ്യ ലാഭം കിട്ടും. എന്നാ പിന്നെ 10 ലക്ഷം ഉറുപ്പ്യ ഞാൻ ഒരാൾക്ക് കടമായിട്ട് കൊടുത്താൽ ആ 50,000 അയാളുടെ പക്കൽ നിന്ന് ലാഭമായി വാങ്ങുന്നത് കൊണ്ട് എന്താ കുഴപ്പം? പലിശയും അതേപോലെ കച്ചവടം ഒരേപോലെയല്ലേ എന്നവർ വാദിച്ചു. ഇന്നമൽ ബൈഉ മിസ്ലു റിബ. എന്നാ കേട്ടോളി, അത് രണ്ടും ഒന്നല്ല. വഅഹല്ലല്ലാഹുൽ ബൈഅ, കച്ചവടത്തെ അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്. അനുവദിക്കുക മാത്രമല്ല, കച്ചവടം ഇസ്ലാം ഏറ്റവും ഏറെ പ്രോത്സാഹിപ്പിച്ച ഒരു സാമ്പത്തിക ക്രയവിക്രയമാണ്. അഹല്ലല്ലാഹുൽ ബൈഅ, കച്ചവടത്തെ അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്. വഹറമർ റിബ, പലിശയെ അള്ളാഹു തആല കഠിനമായി വിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫമൻ ജാഅഹു മൗഇലത്തും മിർ റബ്ബി ഫൻതഹ, അള്ളാഹുവിൽ നിന്നുള്ള ഈ നിർദ്ദേശം, പലിശ നിഷിദ്ധമാണ് എന്ന കൽപ്പന വരുന്നതോടുകൂടി ഫൻതഹ, നിർത്തുക. പലിശ നിലവിലുള്ള കാലത്താണ്. പലിശ കൊടുക്കലും വാങ്ങലും ഒരു തെറ്റല്ലാതെ നിലവിൽ നിൽക്കുന്ന കാലത്താണ് ഈ ആയത്തിറങ്ങുന്നത്. ഈ ഒരു ആയത്തിറങ്ങുന്നതോടുകൂടി, അള്ളാഹുവിന്റെ കൽപ്പന വന്നതോടുകൂടി ഫൻതഹ, അത് അവസാനിപ്പിക്കുക. ഫലഹു മാ സലഫ്, ഇനി
ആരെങ്കിലുമൊക്കെ പലിശക്ക് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ മൂലധനം അവന് തിരിച്ചു വാങ്ങാം. അത് ഏർപ്പാടായിട്ട് നടക്കുന്ന കാലത്താണ് ഈ ആയത്തിറങ്ങുന്നത്. അപ്പൊ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുക, ആരെങ്കിലുമൊക്കെ പലിശക്ക് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മൂലധനം മാത്രം തിരിച്ചു വാങ്ങിക്കോളൂ, അതിന്റെ പലിശ വാങ്ങാൻ പാടില്ല. അത് തീർന്നു, ഇന്നത്തോടുകൂടി നിന്നു. ഇനി പലിശ എന്ന സമ്പ്രദായം മുസ്ലിം സമൂഹത്തിൽ കാണാൻ പാടില്ല. മുമ്പ് വാങ്ങിയതൊക്കെയോ അത് പടച്ചോന്റെ അടുത്താ, അതിന്റെ കണക്ക് പടച്ചോൻ പറയും. വമൻ ആദ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആരെങ്കിലും വീണ്ടും ആ പലിശയുടെ ലോകത്തിലേക്ക് മടങ്ങി പോവുകയാണെങ്കിലോ ഫൗലായിക അസ്ഹാബുന്നാർ, ഓലെ കുറിച്ച് തോന വർത്താനൊന്നുമില്ല, ഒരു നരകത്ത് പോകാനുള്ള ആൾക്കാരാ. ഹും ഫിഹാ ഖാലിദൂൻ, അവർ ആ നരകത്തിൽ ദീർഘകാലം ശാശ്വതരായിരിക്കും. ഇല്ലേ? ഗൗരവത്തോടു കൂടിയാണ് പലിശയുമായി ഇസ്ലാം സംസാരിക്കുന്നതും നമ്മളെ പഠിപ്പിക്കുന്നതും. വർത്തമാനകാലത്ത് പലിശ എന്നത് ഒരു തെറ്റാണ് എന്ന് പറയാൻ ആളില്ലാത്ത ഒരു കാലം. വ്യാഖ്യാനിച്ച് 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 ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഫത്വകൾ ഉണ്ടാക്കി അള്ളാഹു വിരോധിച്ച പലിശ ഈ നാട്ടിൽ കാണുന്ന പലിശയല്ല, അത് വേറൊരു പലിശയാണ് എന്ന് വ്യാഖ്യാനിച്ച് ജനങ്ങളെ ഈ പലിശയുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് കൊണ്ടുപോകുന്ന മതപണ്ഡിതന്മാരെ പോലും അല്ലെങ്കിൽ ആ പേരിൽ അറിയപ്പെടുന്നവരെ പോലും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, എന്താണ് ഇസ്ലാം പറയുന്ന പലിശ എന്നും അതിനെ എത്ര ഗൗരവത്തോടു കൂടിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നും മനസ്സിലാക്കാൻ ഇതുമായി ബന്ധപ്പെട്ട ആയത്തുകളും ഹദീസുകളും ധാരാളം മതിയാവും. പലിശ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെ ഹനിച്ചു കളയുന്ന ദുരന്തമാണ്. സാമ്പത്തികമായ പ്രയാസങ്ങൾ മനുഷ്യന്മാർക്ക് ഉണ്ടാവാം. ആ പ്രയാസമുണ്ടാകുന്ന സമയത്ത് അവരെ സഹായിക്കുക എന്നത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ ബാധ്യത. എന്തുകൊണ്ടാണ് ഈ ലോകത്ത് സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരും പ്രയാസപ്പെടാത്തവരും ഉണ്ടാവാനുള്ള കാരണം എന്താ? അള്ളാഹുവാണല്ലോ സ്വത്തിന്റെ ഉടമസ്ഥൻ. അള്ളാഹുവിന് എല്ലാ മനുഷ്യന്മാർക്കും ഒരേപോലെ കാശ് കൊടുത്തുവിടായിരുന്നോ? ഒരാൾക്കൊരാളെ സഹായിക്കേണ്ടതില്ലാത്ത വിധം, ഒരാളെക്കാൾ ഒരാൾക്ക് സമ്പത്ത് കുറവില്ലാത്ത വിധം അള്ളാഹുവിന് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരെയും ഒരേ സാമ്പത്തിക ക്രമത്തിലാക്കി കൂടായിരുന്നോ? വായു കൊടുത്ത പോലെ, ഞാൻ ഇപ്പോൾ വായു ഒരാളോട് കടം വാങ്ങണ്ടല്ലോ, ഓനും കിട്ടും വായു, എനിക്കും കിട്ടും വായു. അങ്ങനെ വായു കൊടുത്ത പോലെ, വെള്ളം കൊടുത്ത പോലെ, സൂര്യപ്രകാശം കൊടുത്ത പോലെ എല്ലാവർക്കും ഒരേപോലെ സമ്പത്ത് കൊടുക്കാൻ അള്ളാഹ്ക്ക് പറ്റൂലായിരുന്നോ? പറ്റുമായിരുന്നല്ലോ. പിന്നെ എന്തിനാ അള്ളാഹു ഈ സാമ്പത്തിക ക്രമത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാക്കിയത്? രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാ. ഒന്ന്, മനുഷ്യന്റെ ലോകം അത് ചലിക്കണമെങ്കിൽ, ഒരു പുഴ ഒഴുകണമെങ്കിൽ ഒരു ചെരിവ് വേണം, ഇല്ലെങ്കിൽ ആ വെള്ളം കെട്ടി നിന്ന് നാറും. സമ്പത്തും അങ്ങനെ തന്നെയാണ്. അതിന് ഒരു ഒഴുക്കുണ്ടാവണമെങ്കിൽ സാമ്പത്തികമായ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവണം. അത് മനുഷ്യന്റെ ജീവിതത്തിന് അത്യാവശ്യമാണ്. മറ്റൊന്നെന്താ പറയുന്നത്? അതൊരു പരീക്ഷണമാണ്. എനിക്കല്ലാഹു സമ്പത്ത് തന്ന് എൻ്റെ മുമ്പിൽ പണമില്ലാതെ പട്ടിണി കിടക്കുന്ന കഷ്ടപ്പെടുന്ന ഒരാളെ എൻ്റെ മുമ്പിൽ റബ്ബ് കൊണ്ടുവന്ന് നിർത്തുന്നതേ, ഓന് കൊടുക്കാൻ റബ്ബിന്റെ ഖജനാവിൽ കാശില്ലായിട്ടല്ല, അത് എന്നെ പരീക്ഷിക്കാനാ. എന്നോട് എൻ്റെ റബ്ബ് പറഞ്ഞ കൽപ്പനകൾ, നിശ്ചയങ്ങൾ ഞാൻ പാലിക്കുന്നുണ്ടോ എന്ന് എന്നെ പരിശോധിക്കാൻ വേണ്ടിയാ എൻ്റെ മുമ്പ് തന്നെ ഓനെ കൊടുത്ത് നിർത്തിയേ. അവിടെ എനിക്കൊരു ബാധ്യത ഉണ്ട്. അതെൻ്റെ ഔദാര്യമല്ല, അത് എൻ്റെ റബ്ബ് എന്നെ ഏൽപ്പിച്ച ബാധ്യതയാണ്. ഞാൻ അവനെ സഹായിച്ചേ പറ്റൂ. മൂന്നാമത്തേത്, മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കനിവ്. കഷ്ടപ്പെടുന്നവന്റെ വേദന. ഗസയിൽ പട്ടിണി കിടക്കുന്ന മനുഷ്യന്റെ വേദന കണ്ടാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വെല്ലുവിളി ഉണ്ടായിട്ടും ഭക്ഷണവുമായി കപ്പലുകൾ ഗസയിലേക്ക് അടുത്തത്. അത് മനുഷ്യന്റെ ഒരു മാനവികമായ സ്വഭാവമാണ്, പ്രയാസപ്പെടുന്നവരോട് കനിവ് കാണിക്കുക. എന്നാൽ ഈ മാനുഷിക സ്വഭാവത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു സമ്പ്രദായമാണ് പലിശ. ഒരുത്തൻ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അവന്റെ കഷ്ടപ്പാടിനെ ഊറ്റിക്കുടിച്ച് എനിക്കെങ്ങനെ വീർത്തു വലുതാകാൻ പറ്റും, അതാണ് പലിശയുടെ അടിസ്ഥാനം. അതൊരാളെ സഹായിക്കാനല്ല. ആ പലിശയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് കൂടട്ടെ, എൻ്റെ കടം ഇപ്പോഴൊന്നും തിരിച്ചടക്കാൻ അവന് പറ്റരുത്, അതങ്ങനെ ദീർഘമായി പോകട്ടെ, എനിക്കതിൻ്റെ പലിശ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കട്ടെ എന്നാഗ്രഹിക്കുന്ന ദുഷിച്ച ഒരു മനസ്സിൻ്റെ അനന്തരഫലമാണ് പലിശ. വ്യക്തികൾ മാത്രമല്ല, സ്ഥാപനങ്ങൾ മാത്രമല്ല, രാജ്യങ്ങൾ പോലും പലിശക്ക് പണം കൊടുക്കുമ്പോൾ
അത് വാങ്ങുന്നവന്റെ വളർച്ചയോ അത് വാങ്ങുന്നവന്റെ പുരോഗതിക്കോ അപ്പുറം അവൻ കൂടുതൽ കാലം പലിശ തന്നുകൊണ്ടിരിക്കണം, അവനിൽ നിന്ന് കൂടുതൽ പലിശ വസൂലാക്കാൻ സാധിക്കണം എന്നിടത്തേക്കാണ് നിയമങ്ങളൊക്കെ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് മനുഷ്യനെ ഊറ്റിക്കുടിക്കുന്ന, ചോരയൂറ്റി കുടിക്കുന്ന ഒരട്ടയാണ് എന്ന് മാത്രമല്ല, മനുഷ്യനുണ്ടായിരിക്കേണ്ട കരുണ എന്ന അടിസ്ഥാന സ്വഭാവത്തെ ഇല്ലാതാക്കുന്ന ദുഷിച്ച ഒരു ഏർപ്പാട് കൂടിയാണത്. എത്ര ജന്മങ്ങൾ നശിച്ചു! ചാരിത്തുമ്പുകളിലും കയറിൻ്റെ തുമ്പുകളിലും വിഷക്കുപ്പികളിലും എത്ര കുടുംബങ്ങൾ അവസാനിച്ചു! കുടുംബം പലിശയുടെ പേരിൽ വഴിയാധാരമാക്കപ്പെട്ടവർ, കുടുംബം തെറ്റിയവർ, നാട് വിട്ടുപോയവർ, മാനഹാനി സംഭവിച്ചവർ, എന്തൊക്കെയുണ്ട് നാട്ടിൽ. മാന്യമായി ജീവിച്ചിരുന്ന പലരും ജീവിതത്തിന്റെ നിറം കൂട്ടുവാൻ വേണ്ടി പലിശയെ ആശ്രയിച്ചപ്പോൾ അവസാനം എല്ലാ നിറങ്ങളും നഷ്ടപ്പെട്ട് ഇരുട്ടിലേക്ക് മാറ്റപ്പെട്ട എത്ര കുടുംബങ്ങളെ, എത്ര വ്യക്തികളെ കുറിച്ച് നമുക്കറിയാം. ഇത് മനുഷ്യന്റെ ഗുണത്തിനല്ല, അതുകൊണ്ട് ഗുണങ്ങളില്ല. ഇതുകൊണ്ട് തടിച്ചു കൊടുക്കുന്നത് ഒരു ചെറിയ വിഭാഗം മാത്രം. നമ്മളെ ഇന്ത്യ രാജ്യത്ത് ഞാൻ അടുത്ത ദിവസം ഒരു കണക്ക് വായിച്ചു. ഇന്ത്യ രാജ്യത്ത് ഒരു ദിവസം ഏറ്റവും കൂടുതൽ വരുമാനമുള്ള 5 കമ്പനികൾ വായിച്ചപ്പോൾ അതിൽ 3 ഫിനാൻഷ്യൽ കമ്പനികളാണ്. എങ്ങനെയാണ് ആ വളർച്ച ഉണ്ടാകുന്നത്? കടം കൊടുത്ത് കടത്തിന്റെ പലിശ വാങ്ങി അതുകൊണ്ട് വളർന്നവരാ. തങ്ങൾ കടം കൊടുത്തവരുടെ ജീവിതത്തിൽ എന്ത് വളർച്ചയുണ്ടായി എന്ന് അന്വേഷിക്കുമ്പോഴാണ് തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് മനുഷ്യന്മാരുടെ ചോരയും നീരുമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുക. അതുകൊണ്ടാണ് അള്ളാഹു ഒരു കാര്യത്തെ വിരോധിക്കുമ്പോൾ ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമധാരങ്ങൾ, ഒരു കാര്യം വേണ്ട എന്ന് അള്ളാഹു പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായ അർത്ഥം കാര്യങ്ങൾ, ആ കാര്യത്തിൽ മനുഷ്യന് ഒരു നന്മയുമില്ല എന്നാണ്. ഒരു നന്മയുമില്ല. എന്തെങ്കിലും ഒന്ന് ചിക്കിച്ചെറുക്കി നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇല്ല. അള്ളാഹു ഒരു കാര്യം, ഇപ്പൊ കള്ളിനെ കുറിച്ച് പറഞ്ഞെടുത്ത്, മദ്യത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് അള്ള പറഞ്ഞേ, മദ്യം കുടിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് ചില ആൾക്കാർക്ക് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും, ധൈര്യത്തോടെ സംസാരിക്കാൻ പറ്റും, ജോലിയിൽ കുറച്ചു നേരം ഏകാഗ്രത കാണിക്കാൻ പറ്റും എന്നൊക്കെ തോന്നിയേക്കാം ചില നന്മകളായിട്ട്. പക്ഷേ ആ നന്മകളെക്കാൾ എത്രയോ മടങ്ങ് തിന്മ അതിലുണ്ട്, നശിപ്പിച്ച് കളയും അത്. അതുകൊണ്ട് ഉപയോഗിക്കരുതെന്നാ പറഞ്ഞത്. പലിശയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ നന്മയുടെ ഒരംശമല്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എത്ര കർശനമായിട്ട് വാങ്ങുന്നവനും കൊടുത്തവനും മാത്രമല്ല, ഇടനിലക്കാരൻ, ജാമ്യക്കാരൻ, എഴുത്തുകുത്ത് നടത്തുന്നവൻ, എല്ലാവരും. വർത്തമാനകാലം ദയയും കാരുണ്യവും പറ്റിയ, എനിക്ക് വളരണം, മറ്റുള്ളവൻ എന്തായാലും ശരി എനിക്ക് വളരണം എന്നാഗ്രഹിക്കുന്ന ഒരു കാലം. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ കമ്പനികൾ, പലിശക്ക് പണം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരിക. നമ്മുടെ സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന നമ്മുടെ കേരളത്തിൽ പോലും ഈ പലിശയുമായി ബന്ധപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളാവട്ടെ സ്വകാര്യ സ്ഥാപനങ്ങളാവട്ടെ അവർ മാത്രമാണ് നഷ്ടം പറ്റാത്ത സ്ഥാപനങ്ങൾ. അവർ കോടികളുടെ റെക്കോർഡിലേക്ക് വളരുക. എന്താ കാരണം എന്നറിയാം? പലിശയുടെ നീരാളിപ്പെടുത്താം അല്ലേ? പണ്ടത്തെ പോലെയല്ല. ഒരു കുടുംബത്തിൽ പലിശയുടെ കാഠിന്യം കൊണ്ട് ഭർത്താവ് നാട് വിട്ടപ്പോൾ പലിശയുടെ ഭാരം പേറേണ്ടി വന്ന പാവം ഒരു പെൺകുട്ടിയുടെ പലിശയുടെ കണക്കുകൾ നോക്കിയപ്പോൾ നെട്ടിപ്പോവാണ്. ആധാർ കാർഡിന്റെ ഫോട്ടോസ്റ്റാറ്റ് കൊടുത്താൽ ചോദിക്കുന്ന പണം കിട്ടുന്ന സ്ഥലങ്ങളുണ്ടെന്നാ. അതിൻ്റെയൊക്കെ പലിശയുടെ വലിപ്പം, അത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വീട്ടിൽ വന്ന് വാതിൽ ചവിട്ടിപ്പൊളിച്ച് ഭീഷണിപ്പെടുത്തി അത് വാങ്ങുന്ന രൂപം ഭീകരമാണ് അല്ലേ? മാത്രല്ല പലിശ നമ്മളെ കൊണ്ട് എത്തിച്ച ഒരു അപകടം കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചല്ലോ. കടം തന്നെ എത്ര സൂക്ഷിച്ചാ വാങ്ങേണ്ടത്. ഇപ്പൊ നമ്മൾക്ക് പലർക്കും അനാവശ്യമായ പല കാര്യങ്ങളും ചെയ്യാനുള്ള പ്രേരണ കാര്യങ്ങൾ. ഒരു TV വാങ്ങണം, അതിൻ്റെ കയ്യിൽ പൈസ അല്ലല്ലോ. അതിനെന്താ പൈസ? ₹1 കൊടുക്കാതെ സാധനം കിട്ടൂലേ? കേരളത്തിൽ ഈ കഴിഞ്ഞ 2 വർഷത്തിന്റെ ഇടക്ക് വിൽക്കപ്പെട്ട ഐഫോണുകളിൽ 80% EMI ആണെന്ന, റൊക്കം കാശല്ല, കൊടുത്തുകൊണ്ടിരിക്കുക മാസം. എന്തേ? ഈ ഐഫോൺ വാങ്ങണവന് വേറെ ഫോണിൽ ഈ കാര്യങ്ങൾ നടക്കൂലേ? അങ്ങനെയല്ലല്ലോ. സമൂഹത്തിലെ ഒരു ജാടക്ക് വേണ്ടി, സമൂഹത്തിൽ വലിയവരാണെന്ന് കാണിക്കാൻ വേണ്ടി, ചെറിയ കാറ് വലുതാക്കാൻ, വീടിന്റെ വലിപ്പം കൂട്ടാൻ, കല്യാണങ്ങൾ പൊടിപൊടിക്കാൻ, ആഘോഷങ്ങൾക്ക് വേണ്ടി, ആൾക്കാരുടെ മുമ്പിൽ എനിക്ക് ക്ഷീണമുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ, അവിടെയൊക്കെ ആശ്രയിക്കുന്നതേ എളുപ്പം കിട്ടുന്ന കടം. അത് തുറന്നു ചിരിക്കല്ലേ?
അത് ചെന്നാൽ മതിയല്ലോ. ഇനി ചെല്ലും വേണ്ട, ചിലപ്പോൾ മാനേജർ വീട്ടിൽ ഇങ്ങോട്ടും വരും, ഇവിടെ ഒപ്പിട്ടോളിയാണ് കൊടുന്നൊരറിയും കൊടുക്കുകയാണ്, എന്നിട്ട് കുടുങ്ങാണ്. അവസാനം ഒന്നുമില്ലാത്തവനായി മാറുക. അഭിമാനം, മാനം, കുടുംബം എല്ലാം നഷ്ടപ്പെട്ട് തെരുവിലേക്ക് എറിയപ്പെടുന്ന അവസ്ഥ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോളി, അള്ളാഹുവാണ് പറഞ്ഞത് അടുക്കരുത്, തുടരുത്, അതിൻ്റെ അടുത്തുകൂടെ പോകരുത്. അഥവാ നിങ്ങൾ ന്യായീകരിച്ച് പലിശയ്ക്ക് വേണ്ടിയുള്ള ഒരു 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 പടയായി മാറുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോളി, മറുഭാഗത്ത് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത് അള്ളാഹിനോടും റസൂലിനോടാ. എന്തൊക്കെയാണ് യുദ്ധത്തിൻ്റെ അവസ്ഥ, എവിടെ നമ്മൾ എത്തുക? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സാധനത്തെ അണ്ട് ഒഴിവാക്കിക്കളി. അടിസ്ഥാനപരമായി ജീവിക്കാൻ, ഭക്ഷണം കഴിക്കാൻ നമ്മളാരും പലിശക്ക് വാങ്ങേണ്ടി വരാറില്ല. മഴ കൊള്ളാതിരിക്കാൻ നമ്മളാരും പലിശക്ക് പണമെടുത്തിട്ടില്ല. ഒരു കുപ്പായിടാൻ നമ്മളാരും പലിശക്ക് പണമെടുത്തിട്ടില്ല. ആഡംബരങ്ങൾക്ക് വേണ്ടിയാ, ആർത്തിക്ക് വേണ്ടിയാ, അനാവശ്യങ്ങൾക്ക് വേണ്ടിയാ, സമൂഹത്തിൻ്റെ മുമ്പിൽ ആളാവാൻ വേണ്ടിയാ, നമ്മുടെ വലിപ്പത്തരത്തിന് വേണ്ടിയാ, അല്ലേ? അപ്പോൾ ഏത് കാര്യമാവട്ടെ, പലിശയുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു ഫെസ്റ്റിവൽ സീസണാണ് കഴിഞ്ഞ് ഞാനൊരു ഹോം അപ്ലയൻസ് വിൽക്കുന്ന കടയിലെ അതിൻ്റെ ഒരു കേരളത്തിലെ തന്നെ ഒരു ലീഡിങ് ഏജൻറ്റുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ കണക്ക് അത്ഭുതപ്പെടുത്തുന്നതാണ്. ടെലിവിഷനുകൾ, ഫ്രിഡ്ജുകൾ, ഓവനുകൾ അത്രമേൽ കച്ചവടം നടന്നത്രേ ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ. അദ്ദേഹം പറയണേ, ഇതൊന്നും വാങ്ങിയവർ ഇല്ലാത്തവരല്ല വാങ്ങിയത്. ഏറ്റവും ഏറെ ടി വികൾ വിറ്റഴിച്ചത് വീട്ടിൽ ടി വി ഇല്ലാത്ത വീടുകളിലല്ല. ഫ്രിഡ്ജുകളും അതേപോലെ തന്നെ ആ ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളും ഏറ്റവുമേറെ വിറ്റത് അതില്ലാത്തവരല്ല വാങ്ങിയത്, ഉള്ളവരാ വാങ്ങിയത്. വലുതാക്കാൻ, ഇഞ്ച് വലുതാക്കാൻ, സാധനത്തിൻ്റെ വലിപ്പം കൂട്ടാൻ. അതിൻ്റെ വേറെ വിശേഷത, 90% റൊക്കം പണം കൊടുത്തല്ല വാങ്ങിയത്, അല്ലേ? കിട്ടാണ്ട് അവിടെ വാങ്ങണ്. ആ വാങ്ങുന്നത് എത്രമേൽ കടുത്ത ഒരു മതപരമായ പരീക്ഷണമാണ് എന്നൊന്ന് ഓർത്തു നോക്കിയാലേ അതിൻ്റെ ഗൗരവം മനസ്സിലായാൽ നമ്മൾ വാങ്ങൂല കൂട്ടരെ. ഇന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ എൻ്റെ കാറ് കണ്ടില്ലേ, 60 ലക്ഷമാണ്, 70 ലക്ഷമാണ്. എൻ്റെ വീട്ടിലെ ടി വി കണ്ടോ, അത് ഇത്ര ഇഞ്ചാണ്. എൻ്റെ ഫ്രിഡ്ജ് കണ്ടോ, 4 ആളെ ഉയരണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇന്നിങ്ങനെ നിൽക്കും. കുറച്ചു കാലം നിൽക്കുള്ളൂ, പിന്നെ നിൽക്കേണ്ടിയ പരലോകത്താ. വായിക്കൂടെ നൊരയും പതിയും വന്ന് കണ്ണൊക്കെ പുറത്തേക്ക് തള്ളി ബറച്ച് വീണ് ഉരുണ്ട് നീച്ച്, അല്ലേ? ഇതേ നിന്ന ആൾക്കാരുടെ മുമ്പിലാ അന്ന് നിൽക്കേണ്ടി വരിക. അപ്പോൾ ശ്രദ്ധിച്ചോളട്ടെ, നന്നായി ശ്രദ്ധിക്കുക. അടവിന് കിടവിന് എന്നൊക്കെ പറഞ്ഞ് ആവശ്യമുള്ളത് അവനവൻ്റെ സാമ്പത്തിക ശേഷി അനുസരിച്ച്. ഈ ഐഫോണും അല്ലെങ്കിൽ അതുപോലത്തെ വില കൂടിയ സാധനക്കാരെ പൊന്തിച്ച് പിടിച്ച് നടക്കുന്ന ആൾക്കാർ, അവരിൽ എത്ര ആൾക്കാർക്കുണ്ട് അത് കാശ് കൊടുത്ത് വാങ്ങാനുള്ള ശേഷി, അല്ലേ? 1-1.5 ലക്ഷമൊക്കെ മുടക്കിയിട്ട് 1-2 കൊല്ലത്തിന് വേണ്ടി ഒരു ഫോൺ വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു ദിവസത്തെ നമ്മൾ ചെലവഴിക്കുന്ന പൈസ നോക്കേണ്ടി. കാറ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വാങ്ങുമ്പോൾ ആവശ്യങ്ങൾക്കപ്പുറത്തേക്ക് അനാവശ്യങ്ങളിലേക്കും ജാടകളിലേക്കും നമ്മുടെ ജീവിതം പോകുമ്പോഴല്ലേ നമ്മൾ ഈ ഹറാമിന് തലവെച്ച് കൊടുക്കേണ്ടി വരിക. അതിൻ്റെ മതപരമായ ഗൗരവം ശരിക്കും മനസ്സിലാക്കിക്കൊള്ളി. അള്ളാഹു നമ്മളെല്ലാവരെയും വലിയ വിപത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. സാമ്പത്തികമായ അച്ചടക്കം പാലിക്കാനും അള്ളാഹു കൽപ്പിച്ചതുപോലെ ജീവിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് അയ്യുഹന്നാസ് തഖുല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സാമ്പത്തിക രംഗത്ത് പരസ്പരമുള്ള സഹായ സഹകരണങ്ങൾ ഏറ്റവും അനിവാര്യമായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ലോകത്തിൻ്റെ സാമ്പത്തിക ഘടന അങ്ങനെയാണ്. പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് പൊട്ടിപ്പൊളിയാനും 1 മണിക്കൂർ കൊണ്ട് കോടീശ്വരനാവാനും സാധിക്കുന്ന അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന സാമ്പത്തിക ക്രമമാണ് വർത്തമാനകാല സാമ്പത്തിക പ്രക്രിയ. ഇന്ന് പണത്തിൻ്റെ പേരിൽ തിളങ്ങി നിൽക്കുന്നവനെ നാളെ ഒരു പക്ഷെ കാണാനല്ല. എൻ്റെ ഓനാകെ പൊട്ടിപ്പോയില്ലേ. ഇന്നലെ വരെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത കഷ്ടപ്പെട്ടവർ കാണാം തൊട്ടടുത്ത ദിവസങ്ങളിൽ വലിയ പണക്കാരതാരാ, അല്ലേ? ഖിയാമത്ത് നാളിൻ്റെ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ പറയുന്നിടത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
ജിബ്രീലിനോട് പറഞ്ഞു കൊടുക്കും. ജിബ്രീൽ ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് മുഹമ്മദെ ഖിയാമത്ത് നാൾ ഉണ്ടാവുക? അപ്പോൾ റസൂൽ പറഞ്ഞെന്തറിയോ, ഈ വിഷയത്തെപ്പറ്റി ചോദിച്ച നിങ്ങളും ചോദിക്കപ്പെട്ട ഞാനും കണക്കാം, നമുക്ക് രണ്ടാൾക്കും അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പം ജിബ്രീൽ ചോദിച്ച്, എങ്കിൽ അത് അടുത്തു വരുമ്പോഴുള്ള ചില അടയാളങ്ങളൊക്കെ അള്ള പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ റസൂൽ പറഞ്ഞതാ, കാലിലിടാൻ ചെരുപ്പില്ലാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ മലഞ്ചെരുവിലൂടെ പട്ടിണി കിടന്ന് ആടുകളെ മേച്ച് നടന്നിരുന്ന തനി ദരിദ്രനായ മനുഷ്യൻ പെട്ടെന്ന് പണക്കാരനായി അവൻ വെളുത്ത കൊട്ടാരങ്ങൾ സൃഷ്ടിക്കുന്ന വലിയ വലിയ കൊട്ടാരങ്ങൾ പെട്ടെന്ന് പൈസക്കാരാവും. അത് ഖിയാമത്ത് നാളിൻ്റെ ഒരടയാളായി പറഞ്ഞതാ. നമ്മുടെ വഴിയോരങ്ങളെയൊക്കെ നല്ല വെള്ള കൊട്ടാരങ്ങൾ കാണുമ്പോൾ ഒന്ന് അന്വേഷിച്ച് നോക്കണ്ടി, ദാരിദ്ര്യനി. അപ്പം നമുക്ക് മനസ്സിലാവും, ഒരു 10 കൊല്ലം മുമ്പ് ഒന്നുമല്ലാത്തവൻ ഇപ്പോഴെത്തിപ്പെട്ടത് പണത്തിൻ്റെ കൊടുമുടിക്ക് മുകളിലാണ്. അതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക രംഗത്ത് എവിടുന്നൊക്കെയാണ് കിട്ടുക അതൊക്കെ വാരിയെടുക്കാൻ നോക്കണ്ട. എപ്പോഴും കൃത്യമായ സാമ്പത്തിക അച്ചടക്കം ഉണ്ടാവുക ജീവിതത്തിൽ. നമ്മുടെ സാമ്പത്തിക അവസ്ഥ എന്ത് എന്ന് നമ്മുടെ കുടുംബത്തോട് സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഒരിക്കലും മടി കാണിക്കാതൊക്കെ. എൻ്റെ പ്രയാസങ്ങൾ എൻ്റെ കുടുംബം അറിയാതിരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി കടം വാങ്ങി കിട്ടാതെ വരുമ്പോൾ വട്ടിപ്പലിശക്ക് ബ്ലേഡ് കമ്പനിക്ക് തല വെച്ച് കൊടുത്ത് അവസാനം കടത്തിൻ്റെ വലിപ്പം പുറത്തു പറയാൻ പറ്റാതെ ആകുമ്പോൾ നാട് വിടുകയോ ആത്മഹത്യ ചെയ്യേണ്ടി വരികയോ ചെയ്യുന്ന ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സാമ്പത്തികം പണ്ടുള്ള പോലെ ആർത്തുപ്പല്ല, ആരുമില്ല. ഇപ്പോഴും അന്ന് വലിച്ചു കയറ്റിയ കാറ്റ് പുറത്തേക്ക് വിടാതെ ഇപ്പോഴും ഇങ്ങനെ വീർപ്പിച്ച് നിൽക്കണ്ട. ഒന്ന് പുറത്തേക്ക് വിട്ടിട്ട് നമ്മളിപ്പോൾ അത്ര ക്ഷീണിച്ചു കിട്ടോ, ഇപ്പം സാമ്പത്തികത്തിന് പ്രശ്നത്തിലാട്ടോ, അതുകൊണ്ടൊന്ന് മയപ്പെടുത്തണം കേട്ടോ. പണ്ട് കല്യാണത്തിന് പോയപ്പോൾ അത്ര കൊണ്ടുപോയി, ഇന്ന് പോകുമ്പോൾ അതിലേറെ കൊണ്ടുപോകണമെന്ന് വാശി പിടിക്കണ്ട. അന്നത്തെ കാലമല്ല, ഇന്ന് കുറച്ച് താഴെയാണ്. സാമ്പത്തികമായ യാഥാർത്ഥ്യങ്ങൾ സ്വയം മനസ്സിലാക്കുകയും അത് നമ്മൾ പണം ചെലവഴിക്കേണ്ട, സാമ്പത്തിക രംഗത്ത് നമ്മളെ ആശ്രയിക്കുന്ന നമ്മുടെ കുടുംബത്തിനോട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. മക്കൾ 100 ചോദിക്കുമ്പോൾ 500 കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ 100 ചോദിക്കുന്ന മക്കളോട് നമ്മൾ പറയണം, മക്കളെ പണ്ടൊക്കെ തിന്നീനിട്ട വാപ്പ ഇപ്പോൾ ഒരു ലേശം, അത് പറയാൻ മടിക്കണ്ട. അത് മടിച്ചാലേ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഈ പറയപ്പെട്ട വൃത്തികെട്ട വഴി തേടേണ്ടി വരും. അഥവാ കൊടുത്തില്ലെങ്കിൽ മക്കളെ മനസ്സിൽ നമ്മളോട് വെറുപ്പാവും. പണ്ടത്തെ വാപ്പയല്ല പത്തെ വാപ്പ മോശമാണ് അറിയും. അത് പറയാതിരിക്കണ കാര്യങ്ങൾ നമ്മുടെ സാമ്പത്തികമായ ഉയർച്ച താഴ്ചയുടെ ഗ്രാഫ് നമ്മുടെ വീട്ടിൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, വീട്ടുകാരെയൊക്കെ അറിയിക്കുക. എപ്പോഴാണ് അവസാനിക്കുന്നത് എന്നറിയാത്തൊരു ജീവിതം. അത് അവസാനിക്കുമ്പോൾ വീട്ടുകാർ അന്തം വിടാതിരിക്കാനേ അറിയിക്കുന്നതൊക്കെ നല്ലതാണ്. അതേപോലെ തന്നെ ഒരു സാധനം വാങ്ങാൻ ആവശ്യപ്പെടുമ്പോൾ ഇപ്പോൾ പൊതുവേ ഞാനൊരു കടയിൽ പോയിട്ട് ഒരു ചെറിയ ഒരു ചീർപ്പിന് വില ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു 80 റുപ്യ ചീർപ്പിന്. ആ ചീർപ്പ് നമ്മുടെ ഫുട്പാത്തിലൊക്കെ 10 റുപ്യൊക്കെ കിട്ടുന്ന ചീർപ്പാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ഭയങ്കര വിലയുള്ളോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ, ഇത് 80 രൂപക്ക് കൊടുത്തില്ലെങ്കിൽ ഈ കടയിൽ കയറുന്ന ആൾക്കാർ ഇത് വാങ്ങൂല. ഇതിന് 10 റുപ്യ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവരത് വാങ്ങൂല. 10 റുപ്യക്ക് വിൽക്കുന്ന പൊറോട്ട 25 റുപ്യക്ക് വിൽക്കുന്ന കടയിൽ തിന്നുമ്പോൾ നമുക്കിൻ്റെ ഒരു ദമ്മ, ഞാൻ 25ൻ്റെ പൊറോട്ട തിന്ന്, ഈ 10 റുപ്യേൻ്റെ മൈ തന്നെയാണ് അതിലുള്ളതെന്ന് നമ്മൾ പാലിക്കാറില്ല. അങ്ങനെയാണ് പണത്തിൻ്റെ വലിപ്പം കാണുമ്പോൾ അതാണ് മേന്മ എന്ന് തോന്നിക്കുന്ന ആ അവസ്ഥക്ക് പകരം സാധനം ആവശ്യമാണോ, അത്യാവശ്യമാണോ, അതിൻ്റെ ക്വാളിറ്റി, ആവശ്യങ്ങൾ. നമ്മുടെ വീട്ടിൽ ഒരു TV വേണം, അതെന്തിനാ? വാർത്ത കേൾക്കാൻ. അതൊരു ഹോം തിയേറ്ററാക്കി മാറ്റിയിട്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ എൻ്റെ വീട് അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ദുന്യാവിൽ ചിലപ്പോൾ 1-2 കൊല്ലം അയലോക്കക്കാരൻ അതിനേക്കാളും വലുത് വാങ്ങണത് വരെ നമുക്ക് ലേശം ക്രെഡിറ്റൊക്കെ ഉണ്ടാവും. പക്ഷെ പരലോകത്ത് അത് നമുക്കുണ്ടാകുന്ന ഇടിവ് ചെറുതാവില്ല, വലിയ തന്നെക്കാരം. അതുകൊണ്ട് ഇവിടെ ഈ ആയത്ത് സന്ദേശങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന നിങ്ങൾക്ക് മനസ്സിലായോ? അത് ഒഴിവാക്കിക്കൊള്ളുന്നാണ്. അന്ന് മുതൽ അത് ഒഴിവാക്കിക്കൊള്ളും. അല്ല തുടരാൻ തന്നെയാണ് തീരുമാനമെങ്കിലോ അത് അയാളങ്ങനെയൊക്കെ പറയാം, അയാൾക്ക് മാസം ശമ്പളം കിട്ടുന്നതല്ലേ, മൂപ്പർക്ക് കുഴപ്പമില്ല, പക്ഷെ നമുക്കത് പറ്റൂല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ അഭാവം എങ്കിൽ ഫഅ്ദനൂ ബിഹർബി മിനല്ലാഹി വറസൂലി, അള്ളാഹിനോടും റസൂലിനോടും ഒരു യുദ്ധത്തിന് ഒരുക്കിക്കൂടി. അതിൻ്റെ റിസൾട്ട് അവിടുന്ന് കാണുക. അപ്പം മാക്സിമം അപ്പം ചില ആൾക്കാർ പറയേ കഴിയില്ല ഉസ്താദെ, നമ്മളെ ഇടപാട് പറഞ്ഞാൽ അതില്ലാതെ കഴിയില്ല. അള്ളാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്. എന്താ പറഞ്ഞാൽ നിങ്ങൾ ആര് അള്ളാഹുവിനെ സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിലേ യജ്അൽ ലഹു മഖ്റജ, അള്ളാഹ് നിങ്ങൾക്ക് മാർഗം ഉണ്ടാക്കി തരും. അള്ളാഹ് മാർഗം ഉണ്ടാക്കി തരും. ആ മാർഗം ഏറ്റവും നല്ല മാർഗ്ഗക്കാരൻ.
അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, അതുമായി ബന്ധപ്പെട്ടതൊക്കെ നമ്മൾ മാറ്റിവെക്കുക. പിന്നെ പൊതുവേ ഇത്ര ശ്രദ്ധയോടെ ജീവിക്കുന്ന ആളുകളും ചിലപ്പോൾ ചോദിക്കാനുള്ളൊരു സംശയം ഉണ്ടല്ലോ, നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പലിശയെ നമ്മൾ എന്ത് ചെയ്യണം? ചില ആളുകളൊക്കെ ബാങ്കുമായി ബന്ധപ്പെട്ട നമ്മുടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും ബാങ്കുമായിട്ടാണ് നമ്മുടെ രാഷ്ട്രത്തിൽ നടക്കേണ്ടത്. ഗവൺമെൻറ് ഭരണാധികാരികൾ അറിയാതെ ഒരു സാമ്പത്തികമായ ക്രയവിക്രയങ്ങളും അനുവദിക്കാത്ത രാജ്യമാണ് നമ്മുടെ രാജ്യം. അത് രാജ്യത്തിൻ്റെ സാമ്പത്തികമായ സുരക്ഷിതത്വത്തിന് ഏറ്റവും അനിവാര്യമായ സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ നടന്നു വരുന്നത് ബാങ്കുകളുമായി ബന്ധപ്പെട്ടാണ്. ആ ഗവൺമെൻറ്റുകൾക്ക് കീഴിലുള്ള ആളുകൾക്ക് കൊടുക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ വരെ ബാങ്കുകളിലൂടെ മാത്രമേ അത് വന്നും പോയിക്കൊണ്ടിരിക്കുള്ളൂ. അതുമായി ബന്ധപ്പെടുമ്പോൾ അതിലേക്ക് വന്നു ചേരുന്ന പലിശയുമായി ബന്ധപ്പെട്ട ആ സമ്പത്തിന് എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് കൊല്ലങ്ങളുടെ പഴക്കമുണ്ട്. ആ വിഷയത്തിൽ പണ്ഡിതന്മാർ സൂക്ഷ്മതയോടുകൂടി പഠനം നടത്തിയിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ ഞാൻ പറഞ്ഞല്ലോ, മതം അത്രക്ക മതി എന്ന് പറയുന്ന ചില ആൾക്കാർ പറഞ്ഞു അതൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കിട്ടുന്നത് വാങ്ങിക്കോളി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ സൂക്ഷ്മതയോടെ അള്ളാഹുവിൻ്റെ വാക്കുകളും പ്രവാചകൻ്റെ കൽപ്പനകളും ഗൗരവത്തോടു കൂടി നോക്കിക്കാണുന്ന ആളുകൾ തീർത്തു പറയും, ഒരു നിലക്കും അയിമ തൊടാൻ പോണ്ട, അതൊരു തീക്കട്ടയാണ്. എൻ്റെ അക്കൗണ്ടിൽ ഒരു വലിയ നിക്ഷേപമുണ്ട്, അതിൻ്റെ പലിശ വർഷാവർഷം അതിനോട് ചേരുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ചില സാമ്പത്തികമായ ഇപ്പോൾ ഈ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടൊക്കെ ഭൂമി വിട്ടുകൊടുത്തപ്പോഴപ്പോൾ ചില ആളുകൾക്ക് കണക്കിൽപ്പെടാത്ത സ്വത്ത ഭയങ്കര പൈസയാണ് അവരെ ഭൂമിക്കും വീടിനെ കിട്ടി. ഇപ്പോഴും അത് ബാങ്കിൽ നിന്ന് എടുത്തിട്ട് എന്ത് കാണിക്കണം എന്നറിയാതെ അവിടെ അങ്ങനെ കിടക്കുന്ന ആൾക്കാരുണ്ട്. ലക്ഷങ്ങൾ പലിശയായിട്ടുണ്ട്. എന്താ ചെയ്യുക ചോദിക്കാറ്. ഈ വിഷയത്തിൽ നമ്മൾ പണ്ഡിതന്മാരോട്, കൂടുതൽ വിവരമുള്ള പണ്ഡിതന്മാരോട് ഇതിനെക്കുറിച്ച് ഫത്വകൾ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില മറുപടിയുണ്ട്. ഏറ്റവും സൂക്ഷ്മശാലികളായ പണ്ഡിതന്മാർ പറഞ്ഞത്, ആ പലിശമ തൊടാനേ നിൽക്കണ്ട, അത് തൊട്ടോനും അത് എഴുതിയോനും ഒക്കെ ശപിക്കപ്പെട്ടവനാണെന്ന് പറയുമ്പോൾ അതവിടെ കിടന്നോട്ടെ, നിങ്ങളെ സ്വത്ത് മാത്രം എടുത്തോളി. അതെന്തോ ആയി, അത് നിങ്ങൾ ആവശ്യപ്പെട്ടതല്ല, നിങ്ങൾ ചോദിച്ചതല്ല, നിങ്ങൾ ആഗ്രഹിച്ചതല്ല, അത് ഏതോ ഒരു നിയമവ്യവസ്ഥയിലൂടെ നിങ്ങളുടെ സ്വത്തിൻ്റെ ഭാഗമായതാണ്. അതവിടെ വെച്ചിട്ട് നമ്മൾ നിങ്ങളുടെ എടുത്ത് പോരേണ്ടി, അതിലേക്ക് നിങ്ങൾ നോക്കണ്ട എന്ന് പറയുന്ന അതിസൂക്ഷ്മശാലികളായ പണ്ഡിതന്മാർ. സൂക്ഷ്മതയുടെ ഏറ്റവും നല്ല ഭാഗം അതന്നെയാണ്. അത് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ അത് എന്താ ചെയ്യാന്നില്ല, അത് രണ്ടാമത്തെ ഫത്വയാണ്. അപ്പോൾ ഏറ്റവും നല്ല കയ്യിൽ വരാതിരിക്കുന്നില്ല തന്നെ. അപ്പോൾ വലിയ വലിയ ബാങ്കുകളിലൊക്കെ കോടികളുണ്ടായിക്കോട്ടെ, അത് നമ്മുടെ തലയിൽ വെക്കണ്ട. അതെന്തോ അത് നമ്മൾ ആഗ്രഹിച്ചതല്ല, നമ്മൾ ചോദിച്ചതല്ല, നമ്മളത് കിട്ടണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടും. അതുകൊണ്ട് ഞാനിതാ 10 ലക്ഷം ഉറുപ്പിട്ട് എൻ്റെ 10 തന്നാളി, അപ്പോൾ ബാക്കിയുള്ളതോ എൻ്റെ അല്ല, അതെനിക്ക് തൊടാൻ പാടില്ലാത്തതാണ്. എത്രയോ ബാങ്കുകളിലുണ്ട്, കോടിക്കണക്കിന് കെട്ടിക്കിടക്കുന്നുണ്ട്. അതവർ അവരുടെ നിയമങ്ങൾ പ്രകാരം കൈകാര്യം ചെയ്യട്ടെ, നമ്മളതിലേക്ക് പോകാതിരിക്കാം. രണ്ടാമത് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്, അത്തരം പണം എടുത്തിട്ട് നിങ്ങൾ ഇതേപോലെ പലിശ കൊണ്ട് കുടുങ്ങിക്കിടക്കുന്ന, ജീവിതത്തിൽ കാറ് വാങ്ങാനും പെരണ്ടാക്കാനും സ്വർണം വാങ്ങാനും എന്നല്ല, ജീവിതത്തിൻ്റെ അനിവാര്യതയ്ക്ക് മറ്റൊരു മാർഗവും ഇല്ലാതെ വന്നപ്പോൾ അവസാനം കൊട്ടിയ വാതിൽ, അതിൻ്റെ പലിശ തീർക്കാൻ കഴിയാതെ ജീവിതത്തോട് മല്ലടിക്കുന്ന പരമസാധുക്കളുണ്ടെങ്കിൽ അവരുടെ ആ പലിശ, അത് അവർക്കുള്ള ചെലവിനല്ല, ആ പലിശ വീട്ടാൻ അവരുടെ പലിശ കണക്കിലേക്ക് അത് ഡയറക്റ്റ് കൊടുത്തോളി, അവർക്ക് കൈമാറണ്ട. അത് ആ അക്കൗണ്ടിലേക്കാണ് ഇട്ട് അവരുടെ പലിശയുടെ വലിപ്പം കുറക്കാൻ പറ്റുമെങ്കിൽ, അതും പറഞ്ഞത് സൂക്ഷ്മതയോടുകൂടി പറഞ്ഞ പണ്ഡിതന്മാരാ, പേടിയോടുകൂടിയാണ് പറഞ്ഞത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഏത് ഫത്വകളും പൊള്ളുന്ന ഫത്വകളാണ്. അത്ര കർശനമായിട്ടാണ് പലിശയുമായി ബന്ധപ്പെട്ടവർ. എനിക്ക് തോന്നിയത്, ഒന്നാമത് ഞാൻ പറഞ്ഞ അഭിപ്രായം തന്നെ, അത് നമ്മൾ ഏൽക്കണ്ട, നമ്മുടെ തലയിൽ വെക്കണ്ട. അത് എനിക്ക് എൻ്റെ പൈസ തന്നാൽ മതി, അപ്പോൾ ബാക്കിയുള്ളതോ അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആവശ്യപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് അതിൻ്റെ പാട്ടിന് വിട്ടാൽ, അത് ഭരണാധികാരികളോ നമ്മുടെ ഗവൺമെൻറ്റുകളൊക്കെ അത് മറ്റെന്തെങ്കിലും ചെയ്തോളും. അതിൻ്റെ റിസ്ക് നമ്മൾ ഏൽക്കാതിരിക്കലാവും നല്ലത് എന്നാണ് സൂക്ഷ്മശാലികളായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത്. എന്തായിരുന്നാലും സാമ്പത്തിക രംഗത്ത് അച്ചടക്കം പാലിക്കേണ്ട ഒരു കാലമാണ്. തകർന്നു പോയാൽ താങ്ങാൻ ആളില്ലാത്തൊരു കാലമാണ്. അവസാനം താങ്ങിന് വേണ്ടി ഇത്തരം വഴിവിട്ട മാർഗങ്ങൾ സന്ദർശിക്കുമ്പോൾ ദുന്യാവും പരലോകവും നഷ്ടമാകുന്ന കടുത്ത ബാധ്യതകൾ നമ്മൾക്ക് വന്നു ചേരും. അത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. തോൽക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീന് ശരിയായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും ഏത് കാലഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും ആ ദീൻ അനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും ഈമാനും ഇഖ്ലാസും
തെക്കുവയും പ്രദാനം ചെയ്യുമാറാവട്ടെ. വന്നുപോയിട്ടുള്ള പാപങ്ങളൊക്കെ, തെറ്റുകുറ്റങ്ങളൊക്കെ, അറിവുകേട് കൊണ്ടോ വിവേകക്കുറവ് കൊണ്ടോ സംഭവിച്ചിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും കാരുണ്യവാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ട്, അള്ളാഹുവിൻ്റെ കനിവ് കൊണ്ട് നമ്മുടെ ഭാഗത്തുണ്ടായ സാമ്പത്തികമായ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെയെല്ലാം രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഇനിയുള്ള ശിഷ്ടജീവിതകാലം അള്ളാഹു പറഞ്ഞതുപോലെ സംശുദ്ധമായി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും കഴിവും കരുത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരകമായ രോഗങ്ങൾ, കടുത്ത സാമ്പത്തിക ബാധ്യതകൾ, കടബാധ്യതകൾ, സാമ്പത്തിക തകർച്ചകൾ, ഇതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. പട്ടിണിയില്ലാതെ, പരിവട്ടങ്ങളില്ലാതെ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷിയും കരുത്തും അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്